നിർഭയത്വമാണ് ജൻസിയുടെ സമരഭാഷ. നമുക്കത് അനുഭവവേദ്യമായത് ജന്തർ മന്ദറിൽ യുവതലമുറ നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നാണ്. എന്തിനായിരുന്നു പ്രക്ഷോഭം ഇന്ത്യ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നത്തെ ബന്ധപ്പെട്ടായിരുന്നു. ജൂൺ 6 അഭിജിത്ത് ദീപ്കെ സമരം ആരംഭിച്ചത്. മെയ് മാസത്തിലാണ് നീറ്റ് പരീക്ഷ നടത്തുന്നതും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോരുന്നതും. തുടർന്ന് നീറ്റ് എൻട്രൻസ് പരീക്ഷ റദ്ദാക്കിയപ്പോൾ അത് 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ അഖിലേന്ത്യാ തലത്തിൽ എഴുതിയത്. ഇത് എല്ലാവർക്കും, വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും എല്ലാവർക്കും വലിയ നടുക്കമായി. ആകെ സന്തോഷിച്ചത് ഇവിടുത്തെ മാഫിയകളായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് ആൾക്കാർ മാത്രമായിരുന്നു. ആ വിഭാഗം മാത്രമാണ്, അങ്ങനത്തെ ഒരു മാഫിയ മാത്രമേ സന്തോഷിച്ചത്. കാരണം ഈ പരീക്ഷ വിദ്യാർത്ഥികൾ വീണ്ടും കോച്ചിങ്ങിന് പോകും. അവരൊഴിച്ച് വിദ്യാർത്ഥികളും മാതാപിതാക്കളും സമൂഹം മൊത്തം തന്നെ വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നുപോയി. അതിൻ്റെ ഭാഗമായി 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണക്കാർക്ക്, മിഡിൽ ക്ലാസ്സിൽപ്പെട്ട സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ തന്നെ ഇത് വളരെ ആസ്പിറേഷനാണ്. മറ്റു രീതിയിൽ പണം കൊടുത്ത് പ്രൊഫഷണൽ കോളേജുകളിൽ ചേരാൻ പറ്റില്ല, പ്രൊഫഷണൽ കോഴ്സ് ചേരാൻ പറ്റില്ല. അപ്പോൾ നീറ്റ് പോലെ പരീക്ഷ എഴുതി അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ സർക്കാർ നടത്തിയ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി സർക്കാർ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ അവർക്കത് അഭ്യുന്നതിയിലേക്കൊരു പാതയാണ്. അതാണ് നിരാകരിക്കപ്പെട്ടത്, അതാണ് തകർക്കപ്പെട്ടത്, അതാണ് വലിയ നടുക്കം സൃഷ്ടിക്കാൻ ഒരു കാരണമായത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യയിൽ തുടങ്ങിയതാണ്. വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ സമരം ഉന്നയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസും NSUവും SFIയും ഒക്കെ സമരരംഗത്തായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തന്നെ തൃണവൽഗണിക്കുകയോ അവഗണിക്കുകയോ ആണ് സർക്കാർ ചെയ്തത്. തികച്ചും നിസ്സംഗമായ സമീപനമാണ് സർക്കാർ ഇതിനോട് പുലർത്തിയത്. ഇത് വലതുപക്ഷ സർക്കാരുകളുടെ പൊതു സമീപനമാണ്. സമരങ്ങൾ നടക്കുമ്പോൾ അത് ആ സമരങ്ങളുടെ ആവശ്യങ്ങളോട് നീതി പുലർത്തുകയോ അതിനോട് ആ സമരങ്ങളോടും സമര നേതൃത്വത്തോടും സംവദിക്കുകയോ ഒക്കെ ചെയ്യാതെ പാടെ അവഗണിക്കുക, അവരെ ഒരു തരത്തിലും വിലവയ്ക്കാതിരിക്കുക. ഇത് വലതുപക്ഷം കഴിഞ്ഞ കുറേ കാലം സ്വീകരിച്ചു വരുന്നതാണ്. എല്ലാ വലതുപക്ഷ സർക്കാരിൻ്റെ പൊതു സ്വഭാവമാണ് സമരത്തെ അവഗണിക്കുക എന്നുള്ളത്. അതും മോഡി സർക്കാരിൻ്റെ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള മോഡി സർക്കാരും അത് പ്രകടമാക്കി. ഇതിന് പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കേസ് കേൾക്കെ ഒരു പരാമർശം നടത്തി ഇന്ത്യയിലെ ചെറുപ്പക്കാരെക്കുറിച്ച്. ഒരിക്കലും ചെറുപ്പക്കാരെ അവമതിക്കുന്ന അത്തരം പ്രസ്താവന ചീഫ് ജസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പരാമർശിച്ചത് ഇന്ത്യയിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, തൊഴിൽ രഹിതരായവർ, അവർ കൂറകളെ പോലെയാണ്, അവർ വെറുതെ അലസരായി നടക്കുകയാണെന്ന് പറഞ്ഞു. ഇത് ഇമ്മീഡിയറ്റ് തന്നെ എൻ്റെ ഒരു പ്രതികരണം ഉണ്ടായി. ഡീറ്റെയിൽ മീഡിയയിലാണ് എൻ്റെ പ്രതികരണം ആദ്യം കണ്ടത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു ആക്ഷേപഹാസ്യ രീതിയിൽ രൂപീകരിക്കപ്പെട്ട്. ഇത് രൂപീകരിച്ചത് അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രക്കാരനെ, അമേരിക്കൻ സർവകലാശാലയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ ആക്ഷേപഹാസ്യ പാർട്ടി ഓൺലൈനിൽ ആരംഭിച്ചത്. തുടങ്ങിയതും ആദ്യം ലക്ഷം, പിന്നീട് കോടി ഫോളോവേഴ്സാണ് അതിന് ഇൻസ്റ്റയിൽ വന്നത്. എന്ന് വെച്ചാൽ ആ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഇത് വീണ്ടും BJP നടക്കുകയും ഈ അഭിജിത്ത് ദീപ്കെ ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റ പൂട്ടിക്കാൻ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, പതിവ് രീതിയിൽ BJP കേന്ദ്രങ്ങളും IT സെല്ലും സ്ഥിരമായി അവർ നടത്തിക്കൊണ്ടുള്ള ആക്രമണം കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയും അഴിച്ചുവിട്ടു. അതായത് ഇവർ പാകിസ്ഥാൻ ചാരന്മാരാണ്, രാജ്യദ്രോഹികളാണ്, വിദേശത്ത് ഫണ്ട് വാങ്ങുന്നവരാണ്, ഖലിസ്ഥാനുമായി ബന്ധപ്പെട്ടവരാണ് തുടങ്ങിയ ഇതൊക്കെ തന്നെ അതിലേക്ക് ആൾക്കാരെ എണ്ണം കൂട്ടിയെന്നല്ലാതെ ഒരാൾ പോലും അതിന് കുറഞ്ഞില്ല. മാത്രമല്ല, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്തുണക്കാരുടെ എണ്ണം കൂടുകയും അതിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയും അത് വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു മാനിഫെസ്റ്റോ തന്നെ മുന്നോട്ട് വെച്ചു. ഈ സർക്കാരെ ബന്ധപ്പെട്ട് നടത്തേണ്ട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി മാനിഫെസ്റ്റോ അവതരിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇന്ത്യയിലെ നിലനിൽക്കുന്ന അസമത്വത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അംബേദ്കറിനെയും മഹാത്മാഗാന്ധിയാണ് അവർ മുൻനിർത്തിയത്. ഭരണഘടനയാണ് അവർ ആധാരമാക്കിയ അവരുടെ അടിസ്ഥാന ഗ്രന്ഥം. ഭരണഘടന പ്രധാന ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നിലകൊണ്ടത്. അഭിജിത്ത് ദീപ്കെ ജൂൺ 6 വിദേശത്ത് ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും നീറ്റ് പരീക്ഷാ ചോർച്ചയെ ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും അതിൽ ഒരു വ്യക്തമായൊരു അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടി അഭിജിത്ത് ദീപ്കെ വന്നത്. അദ്ദേഹം വന്നിറങ്ങിയോടെ തന്നെ അദ്ദേഹത്തിനുള്ള ആരോപണങ്ങളും ഇതുപോലുള്ള പതിവായിട്ട് സംഘപരിവാർ സംഘടനകളെയും RSSൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ആരോപണങ്ങൾ ആരംഭിച്ചു. വലതുപക്ഷം തീവ്രവാദി, ഭീകരവാദി തുടങ്ങിയ ആരോപണങ്ങൾ. പക്ഷേ അതൊക്കെ തന്നെ അദ്ദേഹത്തിന് തടസ്സമായില്ല. അഭിജിത്ത് ദീപ്കെ
ജന്തർ മന്ദിലെത്തുകയും വിദ്യാർത്ഥികളൊക്കെ മെല്ലെ മെല്ലെ ആ ഒരു വലിയ ജനബാഹുല്യമായി മാറുമെന്നാണ് നമ്മൾ കാണുന്നത്. പതിവ് രീതിയിൽ സമരമായിരുന്നു, വലിയ ഒച്ചപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഗാന്ധിയൻ മാർഗമാണ് സ്വീകരിച്ചത്. വൈകുന്നേരം സമരം പിരിയുന്ന രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചത് സർക്കാർ ഇതിനോട് അനുഭാവം പുലർത്തുകയും ഈ സമരത്തിൻ്റെ ആവശ്യം ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. കാരണം ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. സുതാര്യമായ സർക്കാർ, ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടബിളായ സർക്കാർ സ്വാഭാവികമായിട്ടും കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉത്തരവാദിത്തം. ഇത് ഒരു തവണ ലീക്കായിരുന്നെങ്കിൽ, പരീക്ഷാ പേപ്പർ ഒരു തവണയാണ് ചോർച്ച നടന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് 22 തവണയാണ് ഈ ചോർച്ച നടന്നിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 15 തവണ ഈ മന്ത്രി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒന്നൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തം പറയുകയും സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഒരു സമരവും ഇല്ലാത്തവരെ നടത്തേണ്ട ഒരു ആവശ്യമായിരുന്നു. ഒരു ജനാധിപത്യത്തിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ നിസ്സംഗ സമീപനം, ഈ ധാർഷ്ട്യ സമീപനം, എല്ലാം അവഗണിക്കുന്ന സമീപനം കാരണം അദ്ദേഹം അവിടെ തുടരുകയും ഗവൺമെൻറ്റിനോട് ഒരു തരത്തിൽ അനുഭാവം പുലർത്തുകയോ മാത്രമല്ല വളരെ അലംഭാവത്തോടുകൂടി ഇത് സ്വീകരിച്ച് പതിവ് പോലെ അന്വേഷണം നടത്തിയെന്നുള്ളത്, അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയെന്നുള്ള വാസ്തവമാണ്. പക്ഷേ അഭിജിത് വിക്കയുടെ സമരം, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, ജൻസിയുടെ സമരം, അതിൽ പങ്കെടുത്ത ഓരോ സമരസഖാവും അവരുടെ ആവശ്യത്തിന് ഒരു ഘട്ടത്തിലും പിന്മാറിയില്ല. അവർ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിതനാണ് മുഖ്യ ആവശ്യം, തുടർന്ന് അതിൻ്റെ വിശദമായ അന്വേഷണം നടത്തണം. ഈ ആവശ്യത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സമരം നടത്തുമ്പോൾ ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു പാരലൽ ലോബിയും കാണാം. അവരുടെ ഒരു മാക്സിമം ഡിമാൻഡ് ഉണ്ടാവും, അവരുടെ മിനിമം ഡിമാൻഡ് ആയിരിക്കും. പക്ഷേ ഇതൊരു സ്വതന്ത്രമായ ഒരു രൂപീകരണമായതുകൊണ്ടും സ്വതന്ത്രമായൊരു സംഘടന രീതി ആയതുകൊണ്ടും ഇതിന് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും ഇവർ അവരുടെ ആവശ്യങ്ങളിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോയില്ല. അതുകൊണ്ട് ആ ആവശ്യം അവിടെ നിലനിന്നു. ഈ സമരം ഒരു ഘട്ടത്തിയപ്പോൾ വളരെ ജനബാഹുല്യം കൂടുകയും യുവാക്കൾ ജൻസി അതിലേക്ക് പങ്കെടുക്കുകയും അവരുടെ പ്ലക്കാർഡുകളിൽ അനാദരവിൻ്റെ പ്രകടമായിരുന്നു. അതായത് ഈ ഭീരുത്വം എന്ന് ബാധിച്ച ഒരു ജനതയെ നിരാകരിക്കുന്നത്, അവർ നിർഭയത്വം പ്രകടിപ്പിച്ചത് അവർ സർക്കാരിനോട് കാണിച്ച അനാദരവിലൂടെയാണ്. രൂക്ഷമായ വിമർശനങ്ങളാണ് അവർ നടത്തുന്നത്. അവർ വയലൻസ് കാണിച്ചില്ല, അവരുടെ ഭാഗത്തൊരു ഹിംസന, പക്ഷേ അവരുടെ പ്ലക്കാർഡുകളിൽ പരിഹാസവും ആക്ഷേപഹാസ്യവും രൂക്ഷമായ എതിർപ്പും പ്രകടമാക്കി യുവാക്കൾ. അത് കണ്ടിട്ടും സർക്കാർ ഇളകിയില്ല. ആ സമയത്താണ് മാക്സസെ അവാർഡ് നേടിയ സോനം വാങ്ചുക്കിനെ പോലുള്ള പല പ്രഗത്ഭനായ വിദ്യാഭ്യാസ വിചക്ഷണനും എല്ലാവരും അറിയുന്നൊരു വ്യക്തിയും ലഡാക്കിൻ്റെ സംസ്ഥാന പദവിക്ക് വേണ്ടി സമരം ചെയ്യുന്ന സോനം വാങ്ചുക് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഈ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ നിരാഹാര സത്യാഗ്രഹം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ സർക്കാർ ഇതിനോട് പ്രതികരിക്കുന്നില്ല. ആ സമയത്ത് ഇന്ത്യയിലെ പ്രസിദ്ധരായ നടന്മാർ, അഭിനേതാക്കൾ, നസറുദ്ദീൻ ഷാ, പ്രകാശ് രാജ്, ഷബ്ന അസ്മി തുടങ്ങിയ പ്രമുഖർ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ജന്തർ മന്ദറിൽ വരികയും അവർ പരസ്യമായി തന്നെ ഈ സമരത്തിൻ്റെ പരിഹാരത്തിന് സർക്കാരിന് ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിലുള്ള പ്രതികരണം വളരെ ശുഷ്കമായിരുന്നു, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പ്രഗത്ഭർ പല ആൾക്കാരും ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. എങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കോൺഗ്രസും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, CPM ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ TMC എല്ലാം തന്നെ ഈ സമരത്തോട് ഐക്യം ആദ്യഘട്ടത്തിലും ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ നിന്ന് വന്നു. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരത്തെ സർക്കാർ നേരിട്ടത് ഏതാണ്ടൊരു വളരെ ഒരു ജനാധിപത്യ രീതിയിലാണെന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു. കാരണം അദ്ദേഹം ആശുപത്രിയിലേക്ക് ആശുപത്രി കൊണ്ട് വിസമ്മതം രേഖപ്പെടുത്തിയപ്പോൾ നിർബന്ധപൂർവ്വം മഫ്റ്റിയിൽ വന്ന പോലീസുകാർ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ട് ആ സമയത്തോടുകൂടി സമരത്തിലേക്കുള്ള വിദ്യാർത്ഥികളുടെയും ജൻസിയുടെയും പുതിയ തലമുറക്കാരുടെയും പങ്കാളിത്തം വർദ്ധിച്ചു വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഡൽഹിയുടെ ഭാഗത്തു നിന്നും ഉത്തരേന്ത്യയിൽ നിന്നാണ് പങ്കാളിത്തം ഉണ്ടായെങ്കിൽ പിന്നീടുള്ള ഘട്ടത്തിൽ കാണുന്നത് 30 ദിവസം കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതിലേക്ക് വിദ്യാർത്ഥികൾ വന്നു ചേരുന്നതാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ അതിലേക്ക് വരുന്നു. മറ്റൊരുപാട് പേരും സമരത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു വരുന്നു. അപ്പോൾ സമരം വളരെ സജീവമാവുകയും CJP അവരുടെ മുദ്രാവാക്യങ്ങൾ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് പാർലമെൻറ്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുന്നത്. നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായത് രാഹുൽ ഗാന്ധി വളരെ തന്ത്രപൂർവ്വം ടാക്റ്റിക്കലായിട്ട് നടത്തിയ ഒരു മുന്നേറ്റമാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ അപ്രഖ്യാപിതമായി തന്നെ അവരുടെ MPമാർ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ ഒത്തുചേർന്ന് ഈ CJPയുടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രി പ്രധാൻ്റെ രാജി അവരാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. അതും ഹിംസാത്മകമായി തന്നെയാണ് പോലീസ് നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് വലിച്ചിഴച്ചുകൊണ്ടായി. ഇതേ സമാനമായ സമയത്ത് തന്നെ ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ പ്രൊട്ടസ്റ്റും പോലീസ് ഏറ്റവും ബ്രൂട്ടൽ എന്ന വിധത്തിലാണ് നേരിട്ടത്. കാശ്മീരിൽ പോലും കാശ്മീരിൽ മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ ഭാഗമായി പെല്ലറ്റ് ഉപയോഗിക്കപ്പെട്ടത് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവിടെ കാശ്മീരിൽ നടന്ന സ്ഥിരമായ മനുഷ്യാവകാശ ലംഘനമാണ് പെല്ലറ്റ് ഉപയോഗിച്ചത്. അതേ പെല്ലറ്റാണ് വിദ്യാർത്ഥികളുടെ നേർക്ക്
ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെ പല വിദ്യാർത്ഥികൾക്ക് മുറിവേറ്റു, അവരെ വെടിവെച്ചിരുന്നു. ബീഹാറിൽ RAFന്റെ ഒരു സേനാനി AK-47 തോക്ക് എന്തിയിട്ടാണ് പോയത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ രീതിയിൽ ഡൽഹി പോലീസിന് എവിടെ നിന്നും ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. ഇവരെ ശക്തമായി ലാത്തി ചാർജിൻ്റെ ഒപ്പം തന്നെ പെല്ലറ്റിൽ ആക്രമിക്കണമെന്നും പെല്ലറ്റ് വെടിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാര്യം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഏതായാലും ടിയാൻമെൻ സ്ക്വയറിൻ്റെ മാതൃകയിൽ സമരത്തിലെ ഒരു പ്രത്യാക്രമണമാണ് നമ്മൾ ആ ഘട്ടങ്ങളെല്ലാം കണ്ടത്. പക്ഷെ അപ്പോഴും അചഞ്ചലമായി തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ധീരമായി തന്നെയാണ് ജൻസി പ്രഖ്യാപിച്ചത്. അവിടെയും ഒരു ഹിംസയുടെ വാക്കുപയോഗിക്കാതെ എന്നാൽ വളരെ കൃത്യമായ ആദരവിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ഭാഷയിലൂടെയാണ് സംസാരിച്ചത്. അത് നമ്മൾ അടിവരയിട്ട് പറയുന്നത്. ആ നിർഭയത്വം എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വീണ്ടും ഒരു ആവേശത്തിന് അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഫാസിസ്റ്റുകൾ എപ്പോഴും സമഗ്രാധികാരി ഭരണകൂടങ്ങൾ എപ്പോഴും അവരുടെ ഭരണവാഴ്ച നടത്തുന്നത് ഭയം വിതറിക്കൊണ്ടാണ്, ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ്, കരിനിയമങ്ങളെ ആയുധമാക്കിക്കൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആ ഭീതി ആണ് എടുത്തുകളയപ്പെട്ടത്. ജനങ്ങളല്ല ഭയപ്പെടേണ്ടത്, സർക്കാരാണ് ഭയപ്പെടേണ്ടത് എന്ന നിർണായകമായൊരു തിരിച്ചറിവാണ് ജൻസി സമരം മുന്നോട്ട്. ആ നിർഭയത്വം നമ്മളുടെ ജനാധിപത്യത്തെ ഊർജ്ജവൽക്കരിച്ചു, ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുത്തു. ജൻസിയുടെ നിർഭയത്വം എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. ആ നിർഭയത്തിൻ്റെ ഭാഗം ആ സമരത്തിന് ഒരു ഇഞ്ച് മാറിയില്ല. അങ്ങനെ 3 വട്ടം കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. 3 വട്ടത്തിലും അവർ മന്ത്രിയെ മാറ്റാം, അന്വേഷണം നടത്താം തുടങ്ങിയുള്ള പ്രാഥമിക തലത്തിലുള്ള കാര്യങ്ങൾ അനുവദിച്ചു. പക്ഷെ അപ്പോഴും തന്നെ ഒരു ഘട്ടത്തിലും CJP മാറാൻ തയ്യാറില്ല. അവർ മുന്നോട്ട് വെച്ച കാര്യം ആദ്യം മന്ത്രിയുടെ രാജി, ബാക്കി ആവശ്യങ്ങൾ ഞങ്ങൾ മറ്റു പറയുന്ന ആവശ്യങ്ങളും എന്ന തരത്തിലാണ് ഉറച്ചു നിന്നത്. കാര്യം അതിൻ്റെ അകത്ത് പ്രതീകാത്മകമായ കാര്യമുണ്ട്. സർക്കാരിനെ കൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് മന്ത്രിയുടെ രാജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിപരമായിട്ടോ ആ രാഷ്ട്രീയമായിട്ടോ CJPക്കാർക്ക് മന്ത്രിയോടോ ഇതിനോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പ്രതീകാത്മകവും ധാർമ്മികവുമായൊരു തലമുണ്ട്. അതാണ് CJP യുവാക്കളും BJP സർക്കാരോട് പറഞ്ഞത്. ആരും ഒരു ജനാധിപത്യ സർക്കാർ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമാണ്. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പാരൻസിയും ഒരു ജനാധിപത്യ സർക്കാരിന് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ്. അതാണ് CJP ഓർമ്മിപ്പിച്ചത്, യുവാക്കൾ ഓർമ്മിപ്പിച്ച്, ജൻസി ഓർമ്മിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സമരം ആ ഘട്ടത്തിൽ പ്രധാനമാവുന്നത് ഒരുപക്ഷെ ഒരു അടവുപരമായിട്ട് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് നിർണായകമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ സമരം മുന്നോട്ട് പോകുമ്പോൾ കീഴടങ്ങി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് കോൺഗ്രസിനും കീഴടങ്ങുകയായിരിക്കും. ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഈ നിർഭയത്വത്തിൻ്റെ വാക്കുകൾ എപ്പോഴും നിർഭയത്തിൻ്റെ വാക്കുകൾ എന്നും പാർലമെൻറ്റിലാണെങ്കിൽ പുറത്താണെങ്കിൽ പറഞ്ഞിരുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പ്രതിപക്ഷം അതിൽ വളരെ നിർഭയത്തോടുകൂടി മോഡി സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഭരണത്തെയും നേരിടുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഈ കാര്യത്തിന് കൊണ്ട് ബോധ്യപ്പെട്ടതാണ്. ആ നിർഭയത്വത്തിൻ്റെ ഒരു വലിയ തോതിലൊരു പ്രകടനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, യുവാക്കൾ കാണിച്ചത്. അതിനെ തുടർന്ന് 3-ാം വട്ടം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ സർക്കാർ അതിന് സമ്മതിക്കുകയും ഇവരുടെ തീരുമാനങ്ങൾക്ക് അടിയറവ് പറയുകയാണ് ചെയ്തത്. ഇതാണ് കീഴടങ്ങാനുള്ള കാരണം. മന്ത്രിയുടെ രാജി, വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ അന്വേഷിക്കുന്നത് പിൻവലിക്കുമെന്നും ഇന്ന തീരുമാനത്തിലാണ് അവർ ഉറച്ചു വന്നത്. മാത്രമല്ല തുടർന്ന് അന്വേഷണം നടത്താം, കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താം. ആദ്യത്തെ തീരുമാനപ്രകാരം മന്ത്രി രാജിവെച്ചു. എന്നാൽ 2ാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം, വിദ്യാർത്ഥികൾ പല സംസ്ഥാനങ്ങളിലും സമരം ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ സമരം നമുക്കെല്ലാവരും കണ്ടതാണ്. ധീരമായ യുവതി ഒരു പോലീസ് വാനിന് മുമ്പിൽ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ആ ചിത്രമൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിലെ യുവാക്കളെ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ജനതയെ തന്നെ ഊർജ്ജവൽക്കരിക്കും, ആവേശം കൊള്ളിച്ചൊരു ചിത്രമാണത്. അങ്ങനെയൊക്കെ ഒരു അപൂർവമായ സംഭവം ഇന്ത്യൻ ജനാധിപത്യത്തിൽ സമീപകാലത്ത് എന്ന് പറഞ്ഞില്ല. കർഷക സമരത്തിൽ നമ്മൾ കണ്ടിരുന്നത് യാഥാർത്ഥ്യമാണ്, CAA-യിലും കണ്ടിരുന്നു. പക്ഷേ ഈ സമരം അടിയളക്കുന്ന വിധത്തിലുള്ളൊരു സർക്കാരിൻ്റെ അടിയളക്കുന്ന വിധത്തിലൊരു പ്രത്യക്ഷീകരണമായി മാറുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ സമരത്തിനെതിരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ കേസെടുക്കപ്പെട്ടു. ഡൽഹിയിൽ ഇവർ ഭീകരമായി ആക്രമിക്കപ്പെട്ടു, പോലീസ് ആക്രമിക്കപ്പെട്ടു. RAF-കാരൻ്റെ അടുത്ത് AK-47 കണ്ടു. പെല്ലറ്റ് ഉപയോഗിക്കപ്പെട്ട കാര്യം എല്ലാ മാധ്യമങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു. ഇത് പാർലമെൻറ്റിൽ നിന്ന് ചർച്ചയാണ്. കഴിഞ്ഞ 2 ദിവസത്തിൽ പാർലമെൻറ്റിൽ ഈ പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കാൻ അവിടെ സ്വാഭാവികമായിട്ടും വേണ്ടത് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരവും മന്ത്രി. അദ്ദേഹത്തെ പാർലമെൻറ്റിൽ കാണാനില്ല. അദ്ദേഹത്തെ കാണാനില്ലാതെ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം പാർലമെൻറ്റിൽ വന്ന് ഈ കാര്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കേണ്ടതും വിദ്യാർത്ഥികൾക്കെതിരെ സർക്കാരുമായി അവരെത്തിച്ചേർന്ന തീരുമാനം എന്ന് പറയുന്നത് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസ് എടുക്കില്ല എന്നും അറസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ആ കാര്യം ഒന്നുകൂടി വ്യക്തമായി പറയാൻ ബാധ്യതപ്പെട്ട ആഭ്യന്തരമന്ത്രി പക്ഷേ 2 ദിവസമായിട്ട് പാർലമെൻറ്റില്ല. അതേസമയം നമ്മൾ കാണുന്നത് സുപ്രീം കോടതിൻ്റെ അകത്തൊരു അഭിപ്രായം പറഞ്ഞു, അന്വേഷണം നടത്താം പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ കേസ് അന്വേഷണ മറവിൽ ആ കേസ് അന്വേഷിക്കാമെന്ന കോടതിയുടെ തീരുമാനത്തെ ആയുധവൽക്കരിച്ചുകൊണ്ട് സർക്കാർ എന്തൊക്കെ നടപടിയെടുക്കും നമ്മൾക്ക് ഒരു ആശങ്ക സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം
എ കെ ഗോപാലൻ ഭവൻ, CPM-ന്റെ ആസ്ഥാനമായ എ കെ ഗോപാലൻ ഭവനിൽ സമരത്തിൽ പങ്കെടുത്തു എന്ന പേരിൽ SFIയുടെ അഖിലേന്ത്യാ നേതാവായ JNUവിലെ ചെയർമാനായിരുന്ന ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ എ കെ ഗോപാലൻ ഭവനിൽ ഡൽഹി പോലീസ് പോവുകയും അവിടുത്തെ നേതാക്കളെ തടയുകയും ചെയ്തത്. എന്തിനാണ് എ കെ ഗോപാലൻ ഒരു പാർട്ടി ഓഫീസിൽ കയറി ചെല്ലേണ്ട ആവശ്യം? അടിയന്തരാവസ്ഥയൊന്നല്ലോ. അടിയന്തരാവസ്ഥയിൽ നമ്മൾ അതിനെ എതിർത്തതാണ്. ഇങ്ങനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ ഇത്? ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, പൗരാവകാശങ്ങളുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടി ഓഫീസ് ആസ്ഥാനത്ത് പോയി അല്ലെങ്കിൽ ക്യാമ്പസ് പോയി വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും വ്യക്തമായ തെളിവുണ്ടോ? അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ കേസ് അന്വേഷണ മറവിൽ ഇവരെല്ലാം തന്നെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ആശങ്ക, പ്രതിസ്ഥാനം നിർത്തപ്പെടുമെന്നൊരു ആശങ്ക സമൂഹത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും പാർലമെന്റിലൊക്കെ ഇന്ന് പ്രകടിപ്പിക്കപ്പെട്ടതാണ്. അതിനെതിരെ വീണ്ടും CJP വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ കേസ് മുന്നോട്ട് പോവുകയാണ്. നിർഭയത്വത്തോടുകൂടി, ശക്തിയോടുകൂടി, വളരെ ജീവത്തായ വാക്കുകളോടുകൂടി, വളരെ സജീവതയോടുകൂടി CJP നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. സൗരവ് ദാസ് എന്നും മറ്റൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീണ്ടും സമരരംഗത്തുണ്ടാകും, ജന്തർ മന്ദറിൽ വീണ്ടും സംഘടിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ യുവാക്കൾ മുഴുവൻ ജന്തർ മന്ദറിൽ ഈ തീരുമാനത്തിന്, വാക്കുകൾ ഓണർ ചെയ്യാൻ പറ്റാത്ത, വാക്കുകളോട് ആദരവ് പ്രകടിപ്പിക്കാത്ത, പറഞ്ഞ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത സർക്കാരിനെതിരെ വീണ്ടും സമരരംഗത്തുണ്ടാവും. അങ്ങനെ നിർഭയത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ വ്യാകരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ പുതിയ രീതിയിൽ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുവാക്കളുടെ സമരം എല്ലാ കാലഘട്ടത്തിലും ചരിത്രത്തിലൊരു വലിയ ഭാഗതയും ചരിത്രത്തിന് വഴിമാറ്റിയിട്ടുണ്ട്, ചരിത്രത്തെ നിർണയിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1968 മെയ്യിൽ ഫ്രാൻസിൽ തുടങ്ങിയ ഫ്രഞ്ച് വിദ്യാർത്ഥികളുടെ സമരമുന്നേറ്റമാണെങ്കിലും ഇന്ത്യയിൽ അന്നത്തെ 70കളിലെ ജൻസി എന്ന് വിളിക്കുന്ന തലമുറ നടത്തിയ സമരമുന്നേറ്റങ്ങളൊക്കെ നമ്മൾ കണ്ട്. അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ, ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ, അതാത് സ്ഥലങ്ങളിലുള്ള കേരളത്തിലാണെങ്കിൽ കരുണാകരൻ്റെ ഭരണത്തിനെതിരെയൊക്കെ തന്നെ വളരെ ആവേശകരമായ സമരം കേരളത്തിലെയും ഇന്ത്യയിലെയും പറ്റി പല സംസ്ഥാനങ്ങളിലും യുവാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന നേതാക്കളാണ് തീർച്ചയായിട്ടും BJP-യിലുണ്ട് കുറേ നേതാക്കൾ, അത് പ്രതിപക്ഷത്തുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവ് ഒക്കെ ജയപ്രകാശ് നാരായണ പ്രസ്ഥാനത്തിലൂടെ വന്നത് ആ കാലത്തെ യുവ നേതാക്കളാണ് നമുക്കറിയാം. അപ്പോൾ പക്ഷെ ആ കാലത്തെ യുവ നേതാക്കളുടെ ഒരു വിഭാഗം ഇടത് തീവ്ര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് അവരെ മുന്നോട്ട് നയിച്ച ആദർശങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ടൊരു വിപ്ലവാദർശം ആ കാലഘട്ടത്തിൽ യുവാക്കളെ നയിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ യുവാക്കളെ സംബന്ധിച്ചുള്ള മാവോയിസവും ആ കാലത്ത് ഉയർന്നു വന്ന ഇടതുപക്ഷ ഗറില്ല പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ വലിയ സ്വാധീനമായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയ ആയുധം എന്ന് പറഞ്ഞാൽ സായുധ വിപ്ലവം തന്നെയായിരുന്നു. ആയുധത്തിലൂടെ സായുധമായ രീതിയിൽ അധികാരം പിടിച്ചെടുക്കുക. അവർക്ക് ഗാന്ധിയൻ രാഷ്ട്രീയമോ ഈ ഒരു സ്ഥലത്ത് സന്നിഹിതമായിട്ട് രാഷ്ട്രീയമോ അത്ര സ്വീകാര്യമായിരുന്നില്ല. അവർ ഗറില്ല സമരങ്ങളിലേക്കാണ് കൂടുതൽ വ്യാപകം. അതുപോലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം, അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമുറയുടെ ഒരു സമര രീതിയാണ് നമ്മൾ കാണുന്നത്. ഈ തലമുറയുടെ സമര രീതി എന്ന് പറയുമ്പോൾ അവർ വേറെ ഏതെങ്കിലും മിഡിൽ ക്ലാസ്സാണ്, വിദ്യാസമ്പന്നനാണ്, നല്ല കോളേജുകളിൽ പഠിച്ചവരാണ്, ആസ്പിറേഷണൽ ക്ലാസ് എന്ന് വിളിക്കാം. ഇതിൽ തന്നെ മതജാതി ലിംഗഭേദമന്യേ തന്നെ വലിയ വിഭാഗമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള ഇവർ വിദ്യാസമ്പന്നരാണ്, ഇവർ തൊഴിലന്വേഷകരാണ്, ഇവരെ നയിക്കുന്ന ഇടതുപക്ഷ തീവ്ര രാഷ്ട്രീയവും അങ്ങനെയുള്ള രാഷ്ട്രീയമൊന്നുമല്ല. ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും സമത്വത്തെക്കുറിച്ച് ധാരണയും, സമത്വം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമത്വം മാത്രമല്ല, ലിംഗസമത്വം, ജാതീയമായിട്ടുള്ള സമത്വം, അതുപോലെ ജാതിരഹിതമായ സമൂഹത്തെക്കുറിച്ച് ഒരു ധാരണ, ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയം, അതായത് പുതിയ കാലഘട്ടം രാഷ്ട്രീയം ഉൾക്കൊണ്ടവരാണിവർ, പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വന്നവരാണ്. അപ്പോൾ സാമൂഹിക നീതിയുടെ വിശാലമായ അർത്ഥം ഉള്ളാലെ വഹിക്കുന്ന ഒരു തലമുറയാണ് ഈ നിർഭയത്വം പ്രകടിപ്പിച്ചത്. അവരെ സംബന്ധിച്ചോളം അവരെ നയിക്കുന്ന ഒരു ആദർശം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ലിഖിതമായിട്ടുള്ള എന്താണോ അത് നടപ്പാക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണുന്ന ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം, മമതാനിയൊക്കെ പ്രധാനം ചെയ്യുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ ഒരു അന്തസത്ത നമ്മുടെ ഈ സമരത്തിനകത്ത് കാണാൻ പറ്റും. അതൊരു പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള, നമ്മൾ പ്രയോഗിക്കേണ്ടതായ മനുഷ്യാവകാശങ്ങൾ, മൗലികാവകാശ തത്വങ്ങൾ അതിലവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ സംഘടിക്കാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം, വിമതവും വിയോജിപ്പുകളും രേഖപ്പെടുത്താനുള്ള അവകാശം, ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരുന്ന രാഷ്ട്രീയമാണ്. ഇത് പരസ്യമായി രേഖപ്പെടുത്താനുള്ള ഒരു അധികാരവും അവകാശവും ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. അത് നിർഭയമായി രേഖപ്പെടുത്തുക എന്നാണ് വീണ്ടും നമ്മുടെ മുമ്പാകെ ഈ ജൻസി കാണിച്ചത്. ഇന്ത്യൻ ജനതയോട് മുഴുവൻ ജൻസി ആവശ്യപ്പെടുന്നത് പ്രായ, ലിംഗ, മത, ജാതി ഭേദമന്യേ ഇന്ത്യൻ ജനതയോട് ഈ ജൻസി തലമുറ ആവശ്യപ്പെടുന്നത് എല്ലാവരും ഇതുപോലെ പ്രതികരിച്ചാൽ ജനാധിപത്യം വീണ്ടും പുഷ്കലമാകും, ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഏത് സമഗ്രാധികാരത്തെയും നമുക്ക് നേരിടാം. ഒരു ആയുധവും വേണ്ട, ഒരു തീവ്ര രാഷ്ട്രീയവും വേണ്ട, ഒന്നും വേണ്ട. ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ, അഹിംസയുടെ മാർഗങ്ങൾ, പക്ഷേ
ഒരുമിച്ച് നിൽക്കുക, കൂട്ടായ്മയോടെ നിൽക്കുക, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. ഈ മാർഗം അവലംബിച്ചാൽ ഗാന്ധിയൻ സമരമാർഗത്തിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച മൗലിക ദർശനങ്ങളുടെ, മൗലികാവകാശ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാം, രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാം. അങ്ങനെ പുതിയ രാഷ്ട്രീയത്തിനും കൂടി ഒരു ദിശാബോധം നൽകുന്നു യുവാക്കളുടെ, ജൻസിയുടെ നിർഭയത്വത്തിൻ്റെ ഈ രാഷ്ട്രീയം. ഇതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.